VT ബൽറാം ഉൾപ്പെടെയുള്ളവർ ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കിരൺ ബാബു തുടരുന്നുണ്ട്. കിരൺ, ഈ സാമുദായിക പ്രാതിനിധ്യം എല്ലാ തരത്തിലും ഉറപ്പുവരുത്താൻ കഴിഞ്ഞു എന്ന് കരുതുന്നില്ല. ഈ ലിസ്റ്റിന്റെ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ നോക്കുമ്പോൾ അതിന്റെ ചില മുറുമുറുപ്പുകൾ പല കോണിൽ നിന്നുണ്ടായിരുന്നു. ശിവഗിരി മഠം അവരുടെ 6 വരെ ഉള്ള ലിസ്റ്റാണ്, അല്ലെങ്കിൽ അത്രയും പേരെ വരെ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ 3 മുതൽ 4 വരെ എന്ന് പറയുമ്പോൾ OJ ജനീഷിന്റെ ഒരു സാന്നിധ്യം ആ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് കരുതുന്നു. അതേസമയം മറ്റ് ചില അതൃപ്തികൾ ഈ ഓർത്തഡോക്സ് സഭയുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്നു വരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നു, അല്ലേ? അതുണ്ടാവും. എല്ലാവരെയും തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് പ്രയാസമാണ്. പക്ഷേ അക്കാര്യത്തിൽ ഈ ഗൗരവമായ ചില വിമർശനങ്ങൾ അല്ലെങ്കിൽ അതൃപ്തികളൊക്കെ ക്രിസ്ത്യൻ വിഭാഗത്തിന് വിവിധ സഭകളിൽ നിന്ന്, പ്രത്യേകിച്ച് ലത്തീൻ സഭയിൽ നിന്നൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലത്തീൻ സഭയിൽ നിന്ന് ഇത്തവണ ഒരു മന്ത്രി കോൺഗ്രസിൽ നിന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ലത്തീൻ സഭയ്ക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യമുണ്ട്. അത് ഷിബു ബേബി ജോൺ മന്ത്രിയാണ്. അതുകൊണ്ട് ആ തരത്തിൽ അങ്ങനെ തന്നെ പരിഹരിച്ചാൽ മതി എന്നുള്ള നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. അങ്ങനെ ഉൾപ്പെടുത്താൻ അവരുടെ നിലവിലെ സംവിധാനത്തിൽ അവർക്ക് ഇടം ഉണ്ടായിരുന്നില്ല. മറ്റൊന്ന് ചാണ്ടി ഉമ്മൻ്റെതാണ്. ഓർത്തഡോക്സ് സഭയിൽ നിന്ന് ഉമ്മൻചാണ്ടിയെ പോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കം ഉണ്ടായിരുന്ന ഒരു സഭയാണ്. ആ സഭയിൽ ഇത്തവണ UDF-നൊപ്പം ഉറച്ചു നിന്നാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ ചാണ്ടി ഉമ്മന് മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ചാണ്ടി ഉമ്മന് മന്ത്രിസ്ഥാനം നൽകാം എന്ന തരത്തിൽ തന്നെയാണ് പ്രധാന നേതാക്കളൊക്കെ ആദ്യ സമയത്ത് ചിന്തിച്ചിരുന്നതും. ചാണ്ടി ഉമ്മൻ്റെ പേരിനോട് അങ്ങനെ ആർക്കും എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ചാണ്ടി ഉമ്മനെയും അവസാന സമയത്ത് ഒഴിവാക്കേണ്ടി വന്നു. ആ സമയത്ത് RC വിഭാഗത്തിന് അങ്ങനെയല്ല, അത് ഇപ്പോൾ റോജിയം ജോണിന് കൂടി പരിഗണന ലഭിച്ചിരിക്കുന്നു. സ്വാഭാവികമായും ഈ സഭകൾക്കൊക്കെ ഓർത്തഡോക്സ് സഭയ്ക്ക് ആ തരത്തിലേക്കുള്ള എതിർപ്പുണ്ടായിരിക്കും, ലത്തീൻ സഭയ്ക്ക് ആ തരത്തിലേക്കുള്ള എതിർപ്പുണ്ടായിരിക്കും. പക്ഷേ യാക്കോബായ സഭയിൽ നിന്ന് അങ്ങനെ മാത്യു കുഴൽനാടിന് വേണ്ടി സഭ പറയുന്ന ഒരു അഭിപ്രായമൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല. പക്ഷേ മറ്റു രണ്ടുപേർക്കും അങ്ങനെയല്ല. സഭ എന്ന നിലയിൽ തന്നെ ചില താല്പര്യങ്ങൾ ഇവരുടെ പേരിൽ വരണമെന്ന താല്പര്യമൊക്കെ സഭയെ അറിയിച്ചിരുന്നു. മാത്യു കുഴൽനാടൻ പക്ഷേ അങ്ങനെ സഭയുമായി ബന്ധപ്പെട്ട് ആ കെയർ ഓഫിൽ തനിക്ക് വേണ്ട എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. എന്തായാലും മാത്യു കുഴൽനാടൻ വന്നിട്ടില്ല. യാക്കോബായ സഭയിൽ നിന്ന് പക്ഷേ അനൂപ് ജേക്കബ് ആദ്യ ടേമിൽ മന്ത്രിയാവുന്നു. 2ാം ടേമിൽ തനിക്ക് മന്ത്രിസ്ഥാനം മതി എന്നത് മാണി കാപ്പൻ സമ്മതിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായി തന്നെ ഈ രണ്ടുപേരുടെയും അക്കാര്യത്തിൽ ധാരണയായതാണ്. ഇനി നമുക്ക് മന്ത്രിമാരുടെ ഗണത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ ഏറ്റവും അവസാനം വന്ന പേരുകൾ അത് OJ ജനീഷിൻ്റെ പേരാണ്. KA തുളസിയുടെ പേര്, അത് നമുക്കൊരു സന്തോഷം കൂടിയുണ്ട്. KA തുളസിയുടെ പേര് ഇന്നലെ നമ്മളാണ് ആദ്യം നൽകിയത്. VR കാർത്തിക്കാണ് ആ പേര് ആദ്യം ബ്രേക്ക് ചെയ്ത് തന്നെ നൽകിയത്. KA തുളസിയുടെ പേര് പരിഗണിക്കുന്നു എന്ന മട്ടിൽ. അതിനിടയ്ക്ക് ശേഷം പിന്നീട് ഗൗരവമായി പരിഗണിക്കുകയും പിന്നീട് തൽക്കാലം KA തുളസിയുടെ പേര് മാറ്റിവെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഏറ്റവും അവസാനം ഈ 2 വനിതകൾ എന്ന നിലയിലേക്ക് എത്തിയപ്പോൾ 2 വനിതകളുടെ പ്രാതിനിധ്യത്തിൽ സ്വാഭാവികമായും KA തുളസിയുടെ പേര് ആ ഘട്ടത്തിലേക്ക് കടന്നു വരികയായിരുന്നു. അങ്ങനെ KA തുളസി വീണ്ടും മന്ത്രിസഭയിലേക്ക് വരുന്നു. KA തുളസിയുടെയും IC ബാലകൃഷ്ണൻ്റെ പേരാണ്. രണ്ടുപേർക്കും ടേം ഓസയിൽ നൽകാം എന്നുള്ളതാണ് ധാരണ. ഇപ്പോഴത്തെ ഒരു മന്ത്രിസഭയുടെ ലിസ്റ്റ് ഇതാണ്. VD സതീശൻ മുഖ്യമന്ത്രി, ധനം, പൊതുഭരണം, തുറമുഖം, PRD തുടങ്ങിയ വകുപ്പുകളൊക്കെ VD സതീശനായിരിക്കും. രമേശ് ചെന്നിത്തല രണ്ടാമത് വരുന്നത്. ആഭ്യന്തരം, വിജിലൻസ് തുടങ്ങിയ വകുപ്പുകൾ രമേശ് ചെന്നിത്തലയായിരിക്കും. സണ്ണി ജോസഫ് റവന്യൂ വകുപ്പായിരിക്കും. K മുരളീധരൻ വൈദ്യുതിയും ദേവസ്വവും K മുരളീധരനാണ്. AP അനിൽകുമാറാണ് ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുക. PC വിഷ്ണുനാഥാണ് ടൂറിസവും സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുക. ബിന്ദു കൃഷ്ണയാണ് വനിതാ ശിശുക്ഷേമം കൈകാര്യം ചെയ്യുക. M ലിജുവിനാണ് സഹകരണവും എക്സൈസ് വകുപ്പും. T സിദ്ദിഖിന് വനം വകുപ്പിൻ്റെ ചുമതലയാണ്. അതോടൊപ്പം തന്നെ OJ ജനീഷിന് യുവജന ക്ഷേമ വകുപ്പാണ് നൽകുന്നത്. സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വരും. ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ വരുന്നു. ഇതാണ് ഇപ്പോൾ നിലവിൽ ഇതിൽ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ. OJ ജനീഷിന് നൽകുന്ന വകുപ്പ് അത് യുവജനക്ഷേമം, സ്പോർട്സും യുവജനക്ഷേമവും വകുപ്പാണ് OJ ജനീഷ് വരുന്നത്. ഏറ്റവും അവസാനം കടന്നു വന്ന പേര് OJ ജനീഷിൻ്റെതാണ്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ OJ ജനീഷിൻ്റെ പേര് കടന്നു വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഈഴവ വിഭാഗത്തിൽ മാത്രമല്ല ആകെ OBC പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് 2 പേർ മാത്രമാണ് മന്ത്രിസ്ഥാനത്തുണ്ടായിരുന്നത്. M ലിജുവും ബിന്ദു കൃഷ്ണയും. മറ്റാരും മന്ത്രിസ്ഥാനത്തുണ്ടായിരുന്നില്ല. അവിടെ പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് ആരെങ്കിലും ഒരാളെ ഉൾപ്പെടുത്തണമെന്നുള്ളൊരു ആവശ്യം വന്നു. ഒരാൾ കൊല്ലത്തു നിന്നും ഒരാൾ ആലപ്പുഴയിൽ നിന്നുമാണ്. ആലപ്പുഴ കഴിഞ്ഞാൽ പിന്നീട് കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്ന് മറ്റാരുമില്ല. അപ്പോൾ മലബാറിൽ നിന്ന് ഒരാൾ ഉൾപ്പെടുത്താൻ തീരുമാനം വന്നു. പ്രധാനമായും കോഴിക്കോടിന് പ്രാതിനിധ്യമില്ല എന്നുള്ള വിഷയം വന്നു. കോഴിക്കോട് മുൻ മറ്റ് ജില്ലകളെ പോലെയല്ല, കോഴിക്കോടിനാലും പാലക്കാടിൻ്റെ വിഷയം വന്നുള്ളൂ. തുളസി വന്നതോടുകൂടി പാലക്കാടിൻ്റെ പ്രാതിനിധ്യമായി. പിന്നീട് കോഴിക്കോടായിരുന്നു പ്രധാനം. കോഴിക്കോടാണ് ഏറ്റവും വലിയ വിജയം. ഇടതുമുന്നണിയിൽ നിന്ന് പിടിച്ചെടുത്തൊരു ജില്ല എന്ന് പറയുന്നത് കോഴിക്കോടാണ്. കോഴിക്കോടിന് പ്രാതിനിധ്യം വേണമെന്നത് ഷാഫി പറമ്പിലടക്കം ഗൗരവമായി ഈ വിഷയം ഉന്നയിച്ചു. അതിലിടപെട്ടു. ഒരാൾ കോഴിക്കോട് നിന്ന് കൊടുത്തേ മതിയാവൂ എന്നുള്ള നിലപാടിലേക്ക്
ഓഫീസിലേക്ക് ഷാഫി പറമ്പിലെത്തി. ഇതേ തുടർന്ന് അത് ന്യായമായ ഒരു ആവശ്യമാണ്, അത് അംഗീകരിക്കാതിരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ വന്നു. അവിടെ നേരത്തെ പറഞ്ഞ പേരുകെട്ടിൽ കെ ജയന്തിൻ്റെ പേരും OJ ജനീഷിൻ്റെ പേരും കൂടിയാണ് വന്നത്. കെ ജയന്തിനും OJ ജനീഷിൻ്റെ പേരിൽ അവസാനം എന്തായാലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയ്ക്ക് OJ ജനീഷ് രണ്ടുപേരും ഒന്നാം തവണ നിൽക്കുന്ന ആളുകളാണ്. പക്ഷേ യൂത്ത് കോൺഗ്രസിന് ഒരു പ്രാതിനിധ്യം, യുവ പ്രാതിനിധ്യം, കുറെ കൂടി യുവാവ് ആയ ഒരാൾക്ക് പ്രാതിനിധ്യം നൽകുക. അപ്പോൾ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗവും OJ ജനീഷ് ആയിരിക്കും. OJ ജനീഷ് അങ്ങനെ ആദ്യ തവണ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്നുകൊണ്ട് തന്നെ ആദ്യ തവണ മന്ത്രിയാവുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ OJ ജനീഷിൻ്റെ പേര് കൂടി അവസാന നിമിഷം കടന്നു വരുന്നു. എന്തായാലും മന്ത്രിസഭയിലെ ലിസ്റ്റിന് എന്തായാലും അന്തിമ രൂപമായിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ വാർത്താ സമ്മേളനം നടത്തി നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ തന്നെ കോൺഗ്രസ് മന്ത്രിമാരുടെ പട്ടിക പ്രഖ്യാപിക്കും. അതെ, ഇനി വാർത്താ സമ്മേളനത്തിനായി എല്ലാവരും കാത്തിരിക്കുകയാണ്. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ലോക് ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. ഈ ലിസ്റ്റ്, മന്ത്രിമാരുടെ ലിസ്റ്റ് കൈമാറിയിരിക്കുന്നു. അവിടെ നിന്ന് അദ്ദേഹം മടങ്ങി. ലോക് ഭവനിൽ കൂടിക്കാഴ്ച ഏതാണ്ട് 15 മിനിറ്റ് മാത്രമാണ് നീണ്ടുനിന്നത്. അവിടെ നിന്ന് അദ്ദേഹം മടങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിനായി കാക്കുകയാണ്. ഒപ്പം തന്നെ ലീഗ് ഹൗസിൽ ലീഗ് നേതാക്കളും മാധ്യമങ്ങളെ കാണും എന്ന അറിയിപ്പ് വന്നിട്ടുണ്ട്. അത് ഉടൻ തന്നെ നടക്കും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അടുത്തടുത്ത് തന്നെ ഘടകകക്ഷികൾ വാർത്താ സമ്മേളനം നടത്തി അവരുടെ ലിസ്റ്റ്, ആരാണ് അവരുടെ ചോയ്സ് എന്നത് വ്യക്തമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നേരത്തെ തന്നെ നേതാക്കൾ അത്തരമൊരു സൂചനയായിരുന്നു നൽകിയിരുന്നത്. പ്രത്യേകം വാർത്താ സമ്മേളനമാണോ, ഒരുമിച്ചുള്ള വാർത്താ സമ്മേളനമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിലൊരു കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.